ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായത് കക്കാട് അനീഷോദിക്കനാണ്. വളരെ കേമായിട്ടൊന്ന് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാല് പിണച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു പട്ടുകോണൊക്കെ എടുത്തൊരു ഉണ്ണിക്കണ്ണനാണ്. എന്താ രസം, കാഴ്ചയ്ക്ക് നല്ല രസമാണ്. ആ ശ്രീലകത്ത് ഇങ്ങനെ കാണാനേ ആ വട്ടുകോണൊക്കെ കൊടുത്തിട്ടേ കഴുത്തിൽ 2-3 സ്വർണ്ണമാലയൊക്കെ ചേർത്തിട്ടുണ്ട്. യശോദാമ്മ നല്ല അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന്. അമ്പാടിയിൽ കളിക്കാൻ പോകാൻ നിൽക്കുമ്പോഴേ നന്നായിട്ടുള്ള അണിയിച്ചൊരുക്കിയിട്ടൊക്കെ ഉണ്ട്. ഈ അലങ്കാരപ്രിയനാണേ കൃഷ്ണനെ. അപ്പോൾ അതിങ്ങനെ വളരെ സന്തോഷമായിട്ടുണ്ട്. ആ ഓടക്കുഴലുണ്ട് കയ്യിൽ. ആ ഓടക്കുഴലും പിന്നെ ഒരു താമരപ്പൂവും ഉണ്ട്. അപ്പോൾ താമരപ്പൂവ് വന്നപ്പോഴാണ് തോന്നുന്നുണ്ട് ഓടക്കുഴൽ ഇടത്തെ കയ്യിലേക്ക് മാറ്റിയിട്ടുണ്ട്. താമരപ്പൂവ് നല്ല ചുവന്നൊരു താമരപ്പൂവ് ആ വലത്തെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതാ പൂവ് അങ്ങോട്ട് കണ്ടപ്പോഴേ ആയിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്, നെറ്റിയിൽ സ്വർണ്ണഗോപിയുണ്ട്, കഴുത്തിൽ ഭംഗിയുള്ള ഉണ്ടമാലകളുണ്ട്, തെച്ചിപ്പൂവും തുളസിപ്പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ താഴെ വരെ എത്തിയിട്ടുണ്ട്. ആ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ വരെ ആ ഉണ്ണിക്ക് ഇങ്ങനെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരുമുടിമാലകളുണ്ട്, നല്ല വിധാനമായിട്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ കേമായിട്ട് അനീഷോദിക്കൻ അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ ഒരു അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ആ സ്വർണ്ണ വിളക്കിൻ്റെ ആ പ്രഭയിൽ, നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ ആളെ കാണുമ്പോൾ എന്താ സന്തോഷം എന്നറിയോ. എന്താ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാൻ വളരെ സന്തോഷമാണ്. അതിങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ആ പുഞ്ചിരിക്കുന്ന മുഖമായിട്ടാണ് ആളിങ്ങനെ നിൽക്കുന്നത്. കാലുകളിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഓടക്കുഴലൊക്കെ ഊതാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു തോന്നുന്നു. അപ്പോഴാണ് അമ്മ ഈ പൂവ് ഇങ്ങനെ കൊടുത്തത്. പൂവ് കൊടുത്തപ്പോൾ പിന്നെ അതങ്ങനെ വാങ്ങി. എന്നാൽ പിന്നെ ഈ പൂവ് നോക്കട്ടെ, അതിൻ്റെ ചന്തം നോക്കട്ടെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വളരെ കേമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാതും കൃഷ്ണമയം. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും നമ്മൾ ഗുരുവായൂരാണ്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്നിട്ട് നമ്മൾ നാലമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. നാലമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ട് ആ സോപാനത്തിലെത്തിയിട്ട് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് നമ്മൾ. ആ നോക്കുമ്പോൾ അവിടെ കാണുന്ന ഭഗവാന്റെ ആ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ആ കൃഷ്ണൻ്റെ രൂപം, ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചാൽ നമുക്ക് സന്തോഷമാവും. നമ്മളുടെ കഷ്ടതകളെല്ലാം അവിടെ പറഞ്ഞറിയിക്കും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാൻ അറിയാം. എന്നാലും നമ്മളൊരു സമാധാനത്തിന് നമ്മളവിടെ പറഞ്ഞതിൻ്റെ മറുപടി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. അത് എന്താണോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അത് നടത്തി തരുക തന്നെ ചെയ്യും. അതാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അത് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. കാരണം അത്രയും സന്തോഷമാണ് ഇന്നിപ്പോൾ. എല്ലാ വർണ്ണങ്ങളും അവിടെ ഒതുക്കി നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ അങ്ങോട്ട് സമർപ്പിക്കുക. നമ്മളെ കഷ്ടങ്ങളെല്ലാം ദുഃഖങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് ഗുരുവായൂരപ്പ കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറയുക, പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇഷ്ടമായിച്ചാൽ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഇന്നത്തെ അലങ്കാരം ദർശിച്ച പോലെ ആവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.